എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ആദ്യം തന്നെ യുക്മയുടെ ഭാരവാഹികളോടും സ്പോൺസേഴ്സിനോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. എന്നെ ഇവിടെ ഈ ഒരു ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചതിനുള്ളത്. അപ്പോൾ അലക്സേട്ടനും അതുപോലെ ഷിജോ ചേട്ടനെയും മാത്രമേ എനിക്ക് പേരെടുത്ത് പറയാൻ അറിയുന്ന ആൾക്കാരുള്ളൂ. നിങ്ങൾ എല്ലാവരുമാണ് അതിന്റെ പിന്നിലുള്ള ആളുകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനൊരു കാര്യം ആലോചിച്ചിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോ എല്ലാരും നല്ല കേരളത്തിലുള്ള ഗ്ലാമർ ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും UK കടന്നിട്ടുണ്ട്. അതെ, അല്ല സത്യം ചേട്ടാ, നല്ല രസമുണ്ട് നിങ്ങളെ കാണാൻ. അല്ല മുപ്പത്തി നല്ല രസമുണ്ട്. ഒരുപാട് ആരാ അതിനിടയ്ക്ക് പാട്ടിട്ട് ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് വന്നത്. സത്യത്തിൽ ഇവിടെ ഹീത്രൂ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലാണ് ഞാൻ ഇറങ്ങിയിട്ട് ഡബ്ലിംഗ് ഒക്കെ ആദ്യമായിട്ട് പഠിക്കുക കേട്ടോ. ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ, അയർലൻഡിലേക്കുള്ളത്. അപ്പൊ അവിടുന്ന് ടെർമിനൽ 4 and 5 ഒരു 2 ഒരു യാത്ര ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ അവിടെ എവിടെയോ മുങ്ങിപ്പോവോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അതൊരു അരമണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെയോ പോയി അവിടെ പോയതാ. ഇന്ന് രാവിലെ ഇവിടെ തിരിച്ചെത്തിയാണ്. കുറേ ദിവസമായിട്ട് 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉള്ള ഉറക്കം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കിറങ്ങിയിരിക്കുകയാണ്. അല്ലല്ലല്ല, അങ്ങനെ പറയരുത്. ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടുന്ന് പോകുന്ന സമയത്ത് സിജോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് KFC വാങ്ങിത്തരാൻ, എന്തെങ്കിലും തരാന്ന്. ഇതുവരെ ഒന്നും തന്നിട്ടില്ല. അല്ല വരുന്ന വഴി കോഫിയൊക്കെ വാങ്ങി തന്നു, അത്രയൊക്കെ. സാൻഡ്വിച്ചൊക്കെ വാങ്ങി തന്നു. പിന്നെ MIT മൂസ എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ് കുറെ പേർക്കൊക്കെ എന്നെ അറിയാവുന്നത്. പൊട്ടത്തരവും മണ്ടത്തരവും പറയുന്ന 4ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റിട്ടുള്ള ഒരു പാത്തൂന് വേണം എന്ന് പറഞ്ഞപ്പോ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതിലുള്ള മൂസക്കായി ആണ് പറഞ്ഞത്. ഇങ്ങനെ ഒരാള് നരിക്കുനി പഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ കോഴിക്കോടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? വളരെ കുറവാണല്ലോ. എന്നാലും വേണ്ട. മലപ്പുറം
ആലപ്പുഴ ഉറപ്പാണ്. അപ്പോ അങ്ങനെയാണ് ഞാൻ ആ സീരിയലിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഉള്ള UK-യിലുള്ള ആളുകളൊക്കെ അത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുറെ ആൾക്കാരെ പാത്തു പാത്തു എന്നൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ മാറി വരുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പൊ ഞാനിവിടെ UK-യിൽ വന്നിട്ടുള്ളത് ARM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട്. ടൊവിനോ തോമസ് നായകനാവുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ അതിന്റെ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ ടൊവിനോയുടെ ഒരു പെയറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. മണിയൻ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായിട്ട് മാണിക്യം എന്നുള്ള ഒരു ക്യാരക്ടറാണ് എന്റേത്. അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടും കൂടിയാണ് UK-യിലേക്ക് വന്നിട്ടുള്ളത്. നാളെ മാഞ്ചസ്റ്ററിൽ അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉള്ള ആൾക്കാരൊക്കെ അവിടേക്ക് വരും എന്ന് വരൂലേ? പിന്നെ എനിക്ക് UK-യിലുള്ള നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, അതില് 3 നായികമാരുണ്ട്. മലയാളത്തിൽ നിന്ന് ഞാന്, ചേട്ടൻ നോട്ട് ചെയ്യണം, തമിഴിൽ നിന്ന് ഐശ്വര്യ രാജേഷ്, അത് അത്ര നമ്മൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ തെലുങ്കിൽ നിന്ന് കൃതി ഷെട്ടി, ഒട്ടും വേണ്ട. അപ്പൊ നിങ്ങളെ സ്വന്തം എന്നുള്ള ആള് ഞാനാണെന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഒരു കൈയടിയൊക്കെ അടിച്ച് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണം. അത് നമ്മുടെ മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു 3D ചിത്രം കൂടിയാണ്. നമ്മളുടെ കൊച്ചു കേരളത്തിൽ നിന്ന് എന്താ പറയാ, ആ ഒരു ബഡ്ജറ്റിൽ നിന്ന് ഒക്കെ എടുക്കുന്ന ടൊവിനോ 3 വേഷത്തിലെത്തുന്ന എല്ലാ ഭാഷകളിലും റിലീസാവുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് എന്നെ കാണാം. പുഷ്പരാജേട്ടാ പോലെ എവിടെയാകും? പിന്നെ ഇവിടെ വള്ളംകളി ഉള്ളപ്പോ ഒരു പടം റിലീസ് ചെയ്യിപ്പിക്കാൻ എന്താണ് ചേട്ടങ്ങൾ ഇങ്ങനെ? അപ്പോ ഞാനിവിടെ വന്നപ്പോ വളരെ എല്ലാവരും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ചെല്ലാ സ്ഥലത്ത് പോകുമ്പോ കുറച്ചൊരു 100-300 ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാവും, ഒരു സംഘടന അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലാണ് വന്നത്. പക്ഷെ ഇത് കുറച്ച് അടിപൊളി തന്നെയാണ്. നിങ്ങൾ 6ാമത് യുക്മയുടെ വള്ളം. ഈ തടാകത്തിന്റെ പേരെന്തേന്നു? റോദർഹാമിലെ മാൻബസ്. അത് ഇന്നലെ ഞാൻ 12 മണി വരെ പറഞ്ഞിട്ട് ഫോണിൽ നോക്കിയിട്ടാണ് പറഞ്ഞത്. കേട്ടില്ലേ? അപ്പൊ ആ തടാകത്തിലേക്ക്, ഈ തടാകത്തിന്റെ കരയിലേക്ക് നിങ്ങൾ എല്ലാവരും വന്നതിൽ സന്തോഷം. ഈ ഒരു 6ാമത് വള്ളംകളി യുക്മ കേരള പൂരം ഉദ്ഘാടനം ചെയ്യാൻ എനിക്കും ഒരു അവസരം തന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമൂഹത്തോട് കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മള് നോക്കി പോണോ? കാലം അത്രക്കും മോശമാണ്. മുഞ്ചുള്ള പെൺകുട്ടികൾ ഇപ്പോഴത്തെ കാലത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. വിളെ നോക്കി, ഒരു പവറും ഇല്ല, പത്രാസും ഇല്ലാത്ത മനുഷ്യന്മാരൊക്കെ കൂട്ടിട്ട് വന്ന് മനുഷ്യൻ നോക്കി. കളറില് കാര്യമില്ല, കോട്ടും സൂട്ടും ഒക്കെ ഇട്ടാലേ നമ്മള് കൂട്ടത്ത് കൂട്ടു. ഇതൊക്കെ നിങ്ങൾ നാട്ടിലേക്ക് വിടും. ഒത്തിരി നാട്ടിൽ നിന്ന് എന്നോട് പറയും, എല്ലാ സ്ഥലത്ത് പോയിട്ട് ഇത് തന്നെയാണോ എന്ന് ചോദിക്കും. ഇതൊന്നും ആരും നാട്ടിലേക്ക് വിടരുതേ. ഇതൊക്കെ നമ്മുടെ UK-ന്റെ ഉള്ളില് നമ്മളുടെ അകം വേർന്ന് പുററിയും ഇതൊക്കെ ഇവിടെ തന്നെ അങ്ങോട്ട് തീർക്കണം. ഓക്കെ, ഹലോ ലൈവാ? കറക്റ്റ്. പറഞ്ഞോളേ. മൂസക്കായനോട് ഞാൻ നിങ്ങളെ അന്വേഷണം പറയാം. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് ഏതോ ഒരു സംഘടന ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് മാത്രം വിസ കിട്ടി, അവർക്ക് ആർക്കും കിട്ടിയില്ല. അതുകൊണ്ടാണ് വരാണ്ടായി പോയത്. അല്ല, അങ്ങനെ പറയരുത്. അത് സംഘടനയുടെ കുഴപ്പമല്ല, വിളിച്ചവരെ കുഴപ്പമല്ല. എംബസിയിൽ നിങ്ങൾ എങ്ങനെ സഹിക്കണ ഈ പഹേന ആ തോട്ടിലേക്ക് എടുത്ത് എറിയേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം, വർത്താനം പറയാം എന്നുള്ളത്. പാട്ടൊന്നും പാടാൻ എനിക്കറിയില്ല, അങ്ങനെ പറയരുത്. ഇവിടെയോ? അതാരാ പറഞ്ഞേ? കോഴിക്കോടൻ ഭാഷയിൽ തന്നെയാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. നാഷണൽ അവാർഡ് കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.
പക്ഷെ ആ സിനിമ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അന്ന് MIT മൂസയുടെ 350ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് സലാലയിൽ ഒരു പ്രോഗ്രാമിന് പോയി അവിടെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നതും അത് കിട്ടുന്നതും. ഒരു ലോറിയോ കാറോ വിളിച്ചിങ്ങോട്ട് പോരാൻ പറ്റെങ്കിൽ അന്നിങ്ങനെ ഞാൻ പോരായിരുന്നു. പ്ലെയിൻ ആയതുകൊണ്ട് എനിക്ക് ഓടിച്ച് വരാൻ പറ്റിയില്ല. താങ്ക് യു. നീ അവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? നമ്മളോട് ഇത്രയും ഭംഗിയായി സംസാരിച്ച് നമ്മളോട് ഇത്രയും സ്നേഹത്തോടെ പെരുമാറിയ സുരഭിക്ക് നമുക്കൊരു സ്നേഹോപഹാരം കൊടുക്കണ്ടേ? അതിനായി നമ്മുടെ വൈസ് പ്രസിഡന്റ് ലീനമോൾ ചാക്കോനെ ഞാൻ ക്ഷണിക്കുകയാണ് സുരഭിക്ക് ഒരു പൊന്നാട അണിയിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ആദ്യം കൈയടിച്ചേ. പൊന്നാടയല്ലായിരുന്നു വേണ്ടത്, ഒരു കോട്ടൊക്കെ ആയിരുന്നു വേണ്ടത്. തണുക്കുന്നുണ്ട് എനിക്ക്. നെക്സ്റ്റ് ടൈം. ഈ വർഷത്തെ UK മലയാളി അസോസിയേഷൻ്റെ ഓണപരിപാടികളും വള്ളംകളിയും മറ്റ് കാഴ്ചകളുമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ തുടർന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്രചോദനമാകൂ അത്.
അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വളർച്ച. അപ്പോൾ തുടർന്ന് ഞാനത് പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് ഇനി ഇതേപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.